ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ. അങ്ങനെ നമ്മുടെ വേണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു നെക്ലേസ് മോഷണം പോയതിനെ തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇനി അപ്പം വേണുവായിട്ടും അനാമികയായിട്ടും അതുപോലെ നമ്മുടെ അഭിയായിട്ടും ജലജയുമായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ച കുറേ പ്രശ്നങ്ങളുടെ ചുരുള് അഴിഞ്ഞു വീഴാൻ പോവുകയാണ്. അപ്പൊ അത് തന്നെയാണ് ഇനി നമ്മൾ ഉടനീളം അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. മാത്രമല്ല, അനാമിക എന്ന് പറയുന്ന പിശാശ് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിന്ന് പടി ഇറങ്ങിയിട്ട് അവിടെ നന്ദു കയറി വരുന്നതും കാത്ത് നിങ്ങൾ ഇരിപ്പുണ്ടല്ലോ അല്ലെ. നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു സീനാണ് അങ്ങനെ ഒരു സീന്. ഏതായാലും അതും ഉടനെ തന്നെ ഉണ്ടാകും. ഉടനെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്നോ നാളെയോ ഒന്നും അല്ലാട്ടോ. നമ്മുടെ കഥ ഇച്ചിരി വലിച്ചു നീട്ടിയാണല്ലോ പോകുന്നത്. അപ്പം ആ ഒരു ലെവലിൽ പോകുമ്പോൾ ഉടനെ തന്നെ 1 മാസം 2 മാസം ഒക്കെ ചിലപ്പം വെയിറ്റ് ചെയ്താലും ഏതായാലും ആ ഒരു സീൻ ഉള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു സീൻ ഉണ്ട്. നമ്മൾ കാണാൻ പോകുന്ന ഒരു സീനാണ്. നന്ദു നവവധുവായിട്ട് തന്നെ നമ്മുടെ അനിയുടെ പെണ്ണായിട്ട് കയറി വരുന്ന ആ ഒരു സീന്. അപ്പൊ അതിനു മുമ്പ് കുറെ ചുരുളുകൾ അഴിഞ്ഞു വീഴണമല്ലോ. അതിന്റെ ആദ്യത്തെ തുടക്കം തന്നെയാണ് നമ്മുടെ വേണുവിന്റെ ആ ഒരു കേസ് വന്നതും ആ നെക്ലേസ് മോഷണം പോയത് ആദ്യം കണ്ടുപിടിക്കാൻ കാരണം അത് നയനയാണ് എടുത്തത്, നവ്യാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രചരിപ്പിച്ച് നടന്നായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നന്ദു ആദ്യം ആ ഒരു കേസ് അന്വേഷിച്ചത്. അങ്ങനെ നന്ദു നയനോടും ആദർശനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പൊ എന്നാ പറഞ്ഞിട്ടും കാര്യമില്ല. അനാമിക ആ വീട്ടിൽ കയറി പറ്റിപ്പോയി. പിന്നെ ഇതൊക്കെ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി കാണുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പം നമ്മുടെ അനാമിക ആ ഒരു വീട്ടിൽ കാണില്ലായിരുന്നു എന്നൊക്കെ ആദർശ് പറയുകയുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നത്, ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, പോകുന്നതിന് മുമ്പ് അയാളെ ഒന്ന് കണ്ടിട്ട് പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതിനിപ്പോ എന്താ കാണാലോ, ആദർശേട്ടനും നയനടുത്തേക്കും കാണാൻ ഒരു വിരോധവും ഇല്ല. അയാളെ പിടിച്ച് ലോക്കപ്പിൽ അകത്ത് ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. അയാള് സ്റ്റേഷനകത്ത് തന്നെയുണ്ട്. ലോക്കപ്പിനകത്തിടണമെങ്കിൽ ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു. അങ്ങനെ അയാളെ കാണാനായിട്ട്, നമ്മുടെ വേണുവിനെ കാണാനായിട്ട് നയനയും ആദർശനും കൂടി പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക്, അതായത് ആ ഒരു റൂമിലേക്ക്, വേണു ഇരിക്കുന്ന ആ ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വേണു ഇരിക്കുന്ന റൂമിലേക്ക് ചെന്നതും ആദർശനെ കണ്ടതും പെട്ടെന്ന് നമ്മുടെ വേണു എണീറ്റിട്ട്, ഇതാരാ, ആദർശോ? എല്ലാവർക്കും ഇപ്പൊ സമാധാനമായി കാണൂലോ അല്ലെ, എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പം ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്കും തൃപ്തിയായി കാണൂലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓ, തൃപ്തി ആയതാണോ? അതോ ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനായിരുന്നു ഇതുപോലെ കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മകളെ ആ വീട്ടിലേക്ക് അയച്ചത്? എന്തിനായിരുന്നു? ആ ഉദ്ദേശങ്ങളൊക്കെ ഓരോന്നായി നിങ്ങൾ നടത്തും എന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇനി നിങ്ങളുടെ മകൾ അനാമിക ആ വീട്ടിൽ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. വീട്ടിന് മാത്രമല്ല, വീട്ടിന് വെളിയിലും അവൾ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. അതെല്ലാം മറന്ന് ഞങ്ങളുടെ മുത്തശ്ശൻ അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് അനിയെ ഓർത്തിട്ട് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ വേണു പറഞ്ഞത്, അത് ഒരബദ്ധം പറ്റിപ്പോയി എൻ്റെ ആദർശ് സാറേ, എന്നെ ഒന്ന് വെറുതെ വിട്, ഒരബദ്ധമാ. സാറോ? അല്ല, ഇപ്പൊ എങ്ങനെ ഈ സാറ് എന്നുള്ള വിളിയൊക്കെ വന്നു? അല്ല, നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നുവല്ലോ. അതുകൊണ്ട് ചോദിച്ചതാന്ന് പറഞ്ഞപ്പം, എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞല്ലോ അബദ്ധം പറ്റിയതാണെന്ന്. ഒരബദ്ധം ഏതൊരു പോലീസുകാരനും പറ്റില്ലേ? അപ്പോഴത്തേക്കും നന്ദു അടുത്ത് നിന്നിട്ട്, ഇനിയിപ്പം പോലീസുകാരെ പറഞ്ഞോ കുറ്റം എന്ന് പറഞ്ഞപ്പം, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാ, ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാ. ദയവ് ചെയ്ത് എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണം, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം. മാത്രമല്ല, പരാതി പിൻവലിക്കണം. ആ പരാതി പിൻവലിച്ചാൽ മാത്രമേ ഇനി എനിക്ക് ഈ വീട്ടിൽ നിന്നല്ല സ്റ്റേഷനിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എൻ്റെ ഭാര്യ, എൻ്റെ മോള്, എല്ലാവർക്കും നാണക്കേടാ. പിന്നെ അനന്തപുരി തറവാട്ടുകാർക്കും ഇതൊരു നാണക്കേടല്ലേ? അപ്പൊ നയന പറഞ്ഞു, അനന്തപുരി തറവാട്ടുകാർക്കേ ഒരു നാണക്കേടും ഇല്ല. നിങ്ങൾ കാണിച്ച തെറ്റ് അതെന്തുമാത്രം വലുതാണെന്ന് എനിക്കറിയാം. അന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി ചേർന്ന് എന്നെയും എൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ പഴി പറഞ്ഞു. ഞങ്ങളാണ് ആ നെക്ലേസ് എടുത്തതെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തി. അന്ന് എൻ്റെ അമ്മായിയമ്മ എൻ്റെ കൂടെ അല്ലായിരുന്നു, നിങ്ങളുടെ മകളുടെ കൂടെയായിരുന്നു. അന്ന് എൻ്റെ അമ്മായിയമ്മ വരെ എന്നെ കുറ്റപ്പെടുത്തി. ഇനി പല കള്ളങ്ങളുണ്ട്. അത് നിങ്ങളുടെ മകൾക്കറിയാം. ഇനിയും ഒരുപാട് കള്ളങ്ങൾ പിടിക്കാൻ കിടപ്പുണ്ട്. ആ കള്ളങ്ങളൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാലേ മിക്കവാറും അനാമിക എന്ന് പറയുന്ന നിങ്ങളുടെ മകള് അനന്തപുരി തറവാട്ടിനും വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അത് മൂടി വെക്കുന്നത് എന്തിനാണെന്നോ? നിങ്ങളുടെ മകളെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഓർത്തിട്ടുമല്ല. എൻ്റെ ആദർശേട്ടൻ്റെ അനിയനാണ് അനി എന്ന്
സത്യം. അത് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ മൂടി വെക്കുന്നത്. പിന്നെ നിങ്ങളെ ഇവിടുന്ന് രക്ഷിക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. ഈ നിങ്ങളൊന്ന് കാണണമെന്ന് തോന്നി ഇത്രയും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇവിടം വരെ വന്നിട്ട് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് വന്നത്. പിന്നെ ഞങ്ങളിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യവും ഇനി പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആദർശ നയനയും അവിടുന്ന് പോകുന്നത് കേട്ടോ. ഏതായാലും ആദർശ നയനയും അവിടുന്ന് നേരെ പോകുന്നത് അനന്തപുരി തറവാട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ അവിടെ ചെന്ന് കയറിയ ഉടനെ തന്നെ അനാമിക ഊട്ടവാളെടുത്ത് തുള്ളിയില്ലേ. ഓഹോ, വരുന്നുണ്ട് രണ്ടുപേരും. എന്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് രണ്ടുപേരും വരുന്നുണ്ട്. കണ്ടോ, ചോദിക്കമ്മേ, എന്തിനായിരുന്നു എന്ന് ചോദിക്കമ്മേ എന്നും പറഞ്ഞ് ജാനകിയോട് ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ജാനകിയും അപ്പച്ചിയും കൂടെ ചാടി അങ്ങ് വീണില്ലേ നമ്മുടെ ജലജയും കൂടെ. ആഹാ സമാധാനമായല്ലോ ഇപ്പം. അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴല്ലേ എല്ലാം തികഞ്ഞത്. എടീ, എന്റെ മരുമകൾ വന്നു കയറിയപ്പോ മുതൽ നിനക്ക് കണ്ണേടിയല്ലായിരുന്നോടെ. എന്റെ മരുമകൾക്ക് ഒരു സമാധാനം കൊടുത്തിട്ടില്ല. ഇപ്പം അവളുടെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചേൽപ്പിച്ചില്ലേ, നിന്റെ അനിയത്തി കൊണ്ടുപോയില്ലേ, ഇപ്പൊ നിനക്ക് സമാധാനം ആയില്ലേടി എന്നിങ്ങനെ നയനോട് പറഞ്ഞപ്പം ആദർശ് പറഞ്ഞു, ദേ വെറുതെ എന്റെ ഭാര്യയുടെ മിക്കിട്ട് കയറരുത്. തെറ്റ് ചെയ്താൽ അവര് ശിക്ഷ അനുഭവിക്കണം. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചിരിക്കും. ഈ വീട്ടിൽ നിന്ന് ഒരു നെക്ലേസ് മോഷണം പോയായിരുന്നല്ലോ, എല്ലാവരും കൂടെ തലയിൽ കെട്ടിവെച്ചു, എന്റെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും. അന്ന് എന്റെ അമ്മ സഹിതം കൂട്ടുനിന്നു. പക്ഷെ എന്റെ അമ്മ ഇപ്പൊ കൂട്ടു നിൽക്കില്ലെന്ന് എനിക്കറിയാം. കാരണം എന്റെ അമ്മയ്ക്ക് മനസ്സിലായി, എന്റെ അമ്മയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്തു എന്റെ ഭാര്യ ആരാണെന്നും എന്താണെന്നും ഒക്കെ. പിന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി ഇവിടെ ഒരു മോഷണവും ഞാൻ നടത്താൻ സമ്മതിക്കില്ല. മാത്രമല്ല, ഇനി എന്തെങ്കിലും പ്രവണത അതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ അനാമികെ നീയും കൂടെ ആയിരിക്കും പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കാൻ പോകുന്നത്. ഇപ്പം നിന്റെ അച്ഛൻ മാത്രമാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, എന്റെ അച്ഛനെ അവിടുന്ന് വിട്ടില്ല എങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കോലാഹലം എന്താണെന്ന് ഞാൻ പറയണോ? ദേ, ഞാൻ നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറയും, നിങ്ങളുടെ കുഞ്ഞാണ് ചന്തുമോള്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട് എന്ന്. ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ ഇനി. അതുകൊണ്ട് അനന്തപുരി തറവാട് നാറുണ്ടായെങ്കിൽ എന്റെ അച്ഛനെ വെളിയിലിറക്കിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നയനി ചോദിച്ചു, ഭീഷണിയാണോ? ഭീഷണിയാണോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞു. അപ്പം നമ്മുടെ അനാമിക പറഞ്ഞു, ഭീഷണിയാ, ഇത് ഭീഷണി തന്നെയാ. എനിക്ക് എന്റെ അച്ഛനോടുള്ള സ്നേഹവും കൂടെയാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, നിന്റെ അച്ഛനെ ഇങ്ങനെ പോലീസ് കൊണ്ടുപോയതെങ്കിൽ നീ സഹിക്കുമോ നയനെ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നവ്യയും കൂടെ ഇറങ്ങി വന്നു. അപ്പൊ നവ്യ ഉണ്ട്, പിന്നെ നമ്മുടെ അഭി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. നവ്യ ഉണ്ട്, ദേവയാനി ഉണ്ട്, ജലജയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജാനകിയുണ്ട്. അപ്പം നവ്യയും കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ പറഞ്ഞു, കണ്ടില്ലേ നിന്റെ ചേച്ചി നിന്റെ അനിയത്തി കിടന്ന് തുള്ളുന്നത്, നീയും അതുപോലെ തുള്ളടി, നീയും അതുപോലെ തുള്ള്. നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ നിന്റെ അനിയത്തിയോട്? എല്ലാവരും ഒരു കുടുംബക്കാരല്ലേ. ഈ കുടുംബത്തിലെ മരുമകളാണ് നീയും നയനയും അനാമികയും ഒക്കെ. നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പരസ്പരം അടി വെച്ചുകൊണ്ടിരിക്കുന്നത്? ദേ, നിന്റെ ചേച്ചിക്ക് ഇപ്പം നിന്നോടും അതുപോലെ അനാമികയോടും ഒക്കെ എന്തോ വെറുപ്പും വൈരാഗ്യവും വാശിയൊക്കെയാണ്. അതിനു പിന്നിൽ എന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ എന്നപ്പോഴത്തേക്ക് നയന പറഞ്ഞു, അപ്പച്ചി ഇനി മിണ്ടിപ്പോകരുത്. അപ്പച്ചി മിണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചി ആണ് നാറാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പച്ചി ഇനി മിണ്ടരുത്. അതുപോലെ തന്നെ നവ്യേച്ചി ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ നവ്യേച്ചിക്ക് ഇടപെടാം. നവ്യേച്ചിയുടെ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തിയ ആ ദിവസം നവ്യേച്ചി ഒന്ന് ഓർത്തു നോക്കിക്കേ. എല്ലാവരും കൂടെ നമ്മുടെ അമ്മയും അച്ഛനെയും കുറ്റപ്പെടുത്തിയ ദിവസം ഒന്ന് ഓർത്തു നോക്കിക്കേ. നവ്യേച്ചി എല്ലാം പെട്ടെന്ന് മറക്കുമായിരിക്കും. പക്ഷെ അങ്ങനെ മറക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. മാത്രമല്ല, എൻ്റെ നയനും നന്ദുമോൾക്കും അത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ശിക്ഷ അനുഭവിക്കേണ്ടവർ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഈ ലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ കൂടി ഇല്ല, ഞങ്ങള് ഈ കേസിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നില്ല. അത് ഞങ്ങളുടെ അവസാന തീരുമാനമാണ്. അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് പിന്മാറണമെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ തീരുമാനിക്കണം. അവര് പറയട്ടെ ഞങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറട്ടെ എന്ന്. ഇല്ലാത്ത പക്ഷം ഈ കേസിൽ നിന്ന് പിന്മാറാൻ പോകുന്നില്ല എന്ന്. പിന്നെ നമ്മുടെ അനിക്ക് സൗകര്യം ഉണ്ടോ എൻ്റെ പൊന്നോ? പിന്നെ അനാമിക അനിയുടെ അടുത്തേക്ക് ചെന്നില്ലേ, നിന്റെ കാമുകീനെ കൊണ്ട് നീ എൻ്റെ അച്ഛനെ പിടിപ്പിച്ചല്ലേടാ, എനിക്ക് അറിയാടാ, എന്നെ ഇവിടുന്ന് വെളിയിലാക്കാനുള്ള നിങ്ങളുടെയൊക്കെ അവസാന തന്ത്രമല്ലേ, അവളെ ഇവിടെ വിളിച്ച് കയറ്റാനുള്ള തന്ത്രമല്ലേ, ആ തന്ത്രമൊന്നും നടക്കാൻ പോകുന്നില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഉടവാളെടുത്തോണ്ട് ചെന്നിട്ടുണ്ട് നമ്മുടെ അനിയുടെ മുമ്പിലേക്ക്. അനി ഏതായാലും താമസിക്കാതെ തന്നെ കാരണം തീർത്തൊരെണ്ണം കൊടുക്കുകയും ചെയ്യും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. ഇനി ചലച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഫുൾ വിശേഷമായിട്ട് കാണാം. രാവിലെ ഞാൻ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. രാവിലെ വിശേഷം ഇട്ടില്ല. നമ്മുടെ നയനയുടെയും ആദർശിന്റെ ഇട്ടില്ല, രേവതിയുടെ സച്ചിയുടെ ഇട്ടില്ല. പിന്നെ നമ്മുടെ
രേവതിയുടെ സച്ചിയുടെ നാളത്തെ വിശേഷം ഇട്ടില്ല. ഞാൻ ഇന്ന് ചെറിയൊരു യാത്രയിലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ടയേർഡായിപ്പോയി. വന്നു കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണേൽ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ കഥ ഇടാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ടയേർഡായിപ്പോയി. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പം തന്നെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. രാവിലെ എണീറ്റ് പോയതാണ്, അപ്പം ഇപ്പം തന്നെ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന എനിക്കറിയാം. പിന്നെ രാവിലെയും വന്നില്ല, വൈകിട്ടും വരാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ചെയ്യുന്നൊരു ഇതായി പോവുകയല്ലേ, എന്താ പറയുന്നത്, നന്ദികേടായി പോവുകയല്ലേ. കാരണം അവർ നമ്മുടെ ഓരോ വീഡിയോകളും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് പ്രതീക്ഷിച്ചിട്ടല്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ പോവാണ് കേട്ടോ. ഒത്തിരി പറഞ്ഞ് പോറൊന്നും ആക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കയറി പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. അപ്പോൾ നാളെ രാവിലെ കാണാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ.